ഫർമാസ് കോപ്പറേറ്റീവ് സ്റ്റഡീസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ പോസ്റ്റിലേക്കുള്ള അപേക്ഷ അയച്ച് എല്ലാവരും ഇങ്ങനെ പരീക്ഷ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. മാർച്ച് മാസമായി മിക്കവാറും ഒരു 8-9 മാസത്തിനുള്ളിൽ പരീക്ഷ നടക്കും എന്നുള്ള പ്രതീക്ഷയാണ് എല്ലാവർക്കും. അപ്പോൾ അതിനുവേണ്ടി നമ്മളിപ്പോഴേ തയ്യാറെടുക്കണം. നമ്മുടെ കഴിഞ്ഞ പരീക്ഷയുടെ സിലബസ് തന്നെയായിരിക്കും മിക്കവാറും, വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടായില്ല. സഹകരണ സംബന്ധമായ എല്ലാ വിഷയങ്ങളും നമുക്കിപ്പോൾ തന്നെ പഠിച്ച് തയ്യാറാകാം. അതിനോടൊപ്പം തന്നെ നമ്മുടെ എക്സാമിനേഷൻ ബോർഡിൻ്റെ പരീക്ഷയ്ക്കും ഇതെല്ലാം പ്രയോജനപ്പെടും. അപ്പം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറുടെ പോസ്റ്റിലോട്ടുള്ള പരീക്ഷ എഴുതുന്നതിന് വേണ്ടി നമ്മൾ അത് കണ്ടുകൊണ്ട് തയ്യാറാക്കിയിരിക്കുന്ന പഴയ ചോദ്യപേപ്പറുകളിൽ നിന്നെടുത്തതും അതുപോലെ വരാൻ സാധ്യതയുള്ളതുമായ സഹകരണ സംബന്ധമായ വിഷയങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആൻസർ ടൈപ്പ് ഡിസ്കഷനാണ് ഇന്ന് മുതലുള്ള ഈ വീഡിയോകളിൽ നിങ്ങൾക്ക് കിട്ടുക. അപ്പോൾ അതിലേക്ക് എല്ലാവരും ശ്രദ്ധിക്കുക. കോപ്പറേറ്റീവ് ലോയെ ആണ് കൂടുതലായിട്ടും നമ്മൾ ഇന്നത്തെ ഈ ക്ലാസ്സിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. നമുക്ക് അറിയാവുന്ന ചോദ്യങ്ങളൊക്കെ തന്നെയാണ് നമ്മളെല്ലാം പഠിച്ചിട്ടുള്ളതാണ്. ലോയെ ഭംഗിയായിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും ഈ ചില ചോദ്യങ്ങളും ആ ചോദിക്കുന്ന രീതിയും നിങ്ങൾ ശ്രദ്ധിക്കുക. അതിന് മൾട്ടിപ്പിൾ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും പരീക്ഷയ്ക്ക് വരുന്നതെങ്കിലും നമ്മളിപ്പോൾ ഇതിനകത്ത് ചോദ്യവും അതിൻ്റെ ഉത്തരവും കൂടെയാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ആ ചോദ്യം ആ ഉത്തരവും അതുപോലെ നിങ്ങൾ പഠിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ മൾട്ടിപ്പിൾ ടൈപ്പ് ചോദ്യം വന്നാലും ആ ഓപ്ഷനകത്തുനിന്ന് നിങ്ങൾക്ക് ഈ ഉത്തരം കണ്ടുപിടിച്ച് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ക്ലാസ്സിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ആദ്യമായിട്ട് ഒരു ചോദ്യം. ഡാഷ് ഈസ് ദ നെയിം ഓഫ് ഫസ്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്. ഡാഷ് ഈസ് ദ നെയിം ഓഫ് ഫസ്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്. ദി കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് 1904 ആണ് എൻ്റെ ആൻസർ. കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് 1904, 1904 കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്റ്റാണ് ആദ്യത്തെ സഹകരണ നിയമം. ഇനിയും കോപ്പറേറ്റീവ് ആക്ട് 1904 ക്ലാസിഫൈ ദ സൊസൈറ്റി ആസ് ഡാഷ് ആൻഡ് ഡാഷ്. അതിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് എങ്ങനെയൊക്കെയാണെന്ന്. റൂറൽ ആൻഡ് അർബൻ. കോപ്പറേറ്റീവ് ആക്ട് 1904 ക്ലാസിഫൈ ദ സൊസൈറ്റി ആസ് റൂറൽ ആൻഡ് അർബൻ. The bill for Cooperative Act was passed in 25th March 1904. The bill for Cooperative Act was passed in 25th March 1904. അതുപോലെ the second provincial act was passed. The second provincial act was passed in year ആണ് ചോദിച്ചിരിക്കുന്നത് 1932. The Multi-Unit Cooperative Societies Act, Multi-Unit Cooperative Societies Act was passed in അതോ ഇയറാണ് 1942. Second Provincial Act 1932, Multi-Unit Cooperative Societies Act 1942. The Multi-Unit Cooperative Societies Act was firstly amended in 1984 ആണ്. തക്കാവി ആക്ട് ആർമെൻറ്റ് ഫോർ. തക്കാവി ആക്ട് ഇതിനെ പറ്റിയുള്ളതാണ്. അഗ്രികൾച്ചറൽ ലോൺ ഫോർ ഫാർമേഴ്സ്. തക്കാവി ലോൺസ് ആർ ഓൾസോ കോൾഡ് ആസ് agricultural loans. അതുപോലെ സെക്കൻഡ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് വാസ് പാസ്ഡ് ഇൻ ദ ഇയർ 1912.
ഇൻ വിച്ച് ആക്ട് ദ സൊസൈറ്റി വെയർ ക്ലാസിഫൈഡ് ഇൻ ടു റൂറൽ ആൻഡ് അർബൻ. നമ്മൾ വേറെ രീതിയിൽ ആദ്യം ചോദ്യം കണ്ടായിരുന്നു, തിരിച്ചു ചോദിച്ചിരിക്കുകയാണ്, ഏത് ആക്റ്റിലാണ് സംഘങ്ങളെ റൂറൽ അർബൻ എന്ന് തരംതിരിച്ചിരിക്കുന്നത്? 1904 ആക്റ്റാണ്, 1904 ആക്റ്റിലാണ്. കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ ഈസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഇൻ ദ ഇയർ. കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ എന്നാണ് സംസ്ഥാനത്ത് രൂപീകരിച്ചത് 2001 2001. ഇനി ഫസ്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഇൻ കേരള. ഡാഷ് ഈസ് ദ ഫസ്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഇൻ കേരള. കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ആണ് കേരളത്തിലെ ആദ്യത്തെ സഹകരണ നിയമം, കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്. ഇനി കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് വാസ് പാസ്ഡ് ഇൻ 1913 1913. വിച്ച് ഇസ് ദ ഫസ്റ്റ് സൊസൈറ്റി രജിസ്റ്റേർഡ് അണ്ടർ കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1913? ആദ്യത്തെ സംഘം ഏതാണ് രജിസ്റ്റർ ചെയ്ത ആദ്യത്തെ സംഘം? കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിൻ്റെ കീഴിൽ രജിസ്റ്റർ ചെയ്ത് എടവനക്കാട് സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക്. ട്രാവൻകൂർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് വാസ് പാസ്ഡ് ഇൻ 1904 1914. ട്രാവൻകൂർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് വാസ് പാസ്ഡ് ഇൻ 1914 1914. ഹു ഈസ് ദ ഫസ്റ്റ് രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഇൻ ട്രാവൻകൂർ സ്റ്റേറ്റ്? ട്രാവൻകൂർ സ്റ്റേറ്റിലെ ആദ്യത്തെ സഹകരണ സംഘം രജിസ്ട്രാർ ശ്രീ സി രാജഗോപാലാചാര്യ. വിച്ച് ഇസ് ദ ഫസ്റ്റ് സൊസൈറ്റി രജിസ്റ്റേർഡ് അണ്ടർ ട്രാവൻകൂർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1914 1914. ട്രാവൻകൂർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിൻ്റെ കീഴിൽ രജിസ്റ്റർ ചെയ്ത ആദ്യത്തെ സംഘം ഏതാണ്? ട്രിവാൻഡ്രം സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക്. ട്രിവാൻഡ്രം സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് ഈസ് പ്രസൻ്റ്ലി നോൺ ആസ്. ഇപ്പോഴതിൻ്റെ പേരെന്താണ് എന്നാണ് ചോദിച്ചത്. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്, കേരള ബാങ്ക് എന്നറിയപ്പെടുന്ന കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കാണ്. ട്രാവൻകൂർ കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് വാസ് പാസ്ഡ് ഇൻ. ട്രാവൻകൂർ തിരുക്കൊച്ചി സഹകരണ നിയമം നിലവിൽ വന്നത് 1952 1952. വിച്ച് ഇസ് ദ പ്രസൻറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഇൻ കേരള. കേരളത്തിലെ ഇപ്പോഴത്തെ സഹകരണ നിയമം ഏതാണെന്ന് ചോദിച്ചാൽ കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969 1969 കേരള സഹകരണ സംഘ നിയമം. മദ്രാസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് വാസ് പാസ്ഡ് ഇൻ 1932 മദ്രാസ് സഹകരണ നിയമം. മദ്രാസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1932. മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് വാസ് പാസ്ഡ് ഇൻ 2002. കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് came into force on 15th May 1969. ഇനി ട്രൈബ്യൂണലിനെ പറ്റി ഏത് സെക്ഷനിലാണ് പറയുന്നത്? The details of cooperative tribunal as deal with section 81. Section 80 deals with establishment, appointment and service conditions of employees. അതാണ് സെക്ഷൻ 80. അപ്പോൾ ഇന്നത്തെ ഈ ക്ലാസ്സിൽ നമ്മൾ ലോയാണ് കൂടുതൽ ഉൾക്കൊള്ളിച്ചിരുന്നത്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ തുടർന്ന് മറ്റ് സബ്ജക്റ്റുകളിലേക്ക് കിടക്കും. പല പ്രാവശ്യം നിങ്ങൾ കേട്ട് പഠിക്കുകയില്ല, എന്നാൽ മാത്രമേ നമ്മുടെ മനസ്സിലത് ഉൾക്കൊള്ളുകയുള്ളൂ. അപ്പോൾ ഈ വർമാസ് കോപ്പറേറ്റീവ് സ്റ്റഡീസിൻ്റെ യൂട്യൂബ് ചാനലിൽ ഇതിനോടകം തന്നെ നിരവധി സഹകരണ പരീക്ഷകൾക്ക് ആവശ്യമായ എല്ലാ വിഷയങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള നിരവധി ക്ലാസ്സുകൾ നമ്മൾ ഇതിനോട് തന്നിട്ടുണ്ട്, വീഡിയോകൾ അയച്ചിട്ടുണ്ട്. അതെല്ലാം നിങ്ങൾ കേൾക്കുക. ലോയുണ്ട്, കോർപ്പറേഷൻ ഉണ്ട്, അക്കൗണ്ടൻസി, ഓഡിറ്റിങ്, അങ്ങനെ എല്ലാ സബ്ജക്റ്റുകളും ബാങ്കിങ് ഉൾപ്പെടെ എല്ലാം വരുന്നുണ്ട്. അതെല്ലാം പല പ്രാവശ്യം നിങ്ങൾ കേൾക്കുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക, അവർക്ക് പ്രയോജനപ്പെടട്ടെ. വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.